ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടാവായ ദൈവത്തെ തിരയുന്നതാണ് ഇവിടെ കാണുന്നത്. ചോദ്യം ചോദിച്ചവരെ കുറിച്ച് വലിയ പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവർ രാജാക്കന്മാരായിരുന്നു, അല്ല ജ്ഞാനികളാണെന്നും അതല്ല ജ്യോതിശാസ്ത്രജ്ഞന്മാരാണെന്നും ഒക്കെ പറയുന്നു. അവർ 3 പേരാണെന്നും അല്ല 12 പേരായിരുന്നു എന്നും അതല്ല 3 പേരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു കൂട്ടമായിരുന്നു എന്നൊക്കെ പല പഠനങ്ങളും വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അവരുടെ പേരുകൾ ഗാസ്പർ, മെൽക്കിയോ, ബാൽതസർ എന്നാണെന്ന് 9-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അംഗീകരിച്ചു വന്നു. ക്രിസ്തുവിന് 1 വയസ്സായതിനു ശേഷമാണ് അവർ എത്തിയതെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്നു. വ്യാഖ്യാനങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവരുടെ യാത്രയാണ് നമ്മുടെ വിഷയം. ദൈവത്തെ അന്വേഷിച്ചു പോകുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രധാനം. ക്രിസ്തുവിനെ തിരയുന്നവർക്ക് വഴികാട്ടിയായി ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എപ്പോഴും കൂട്ടായ ഒരു വഴികാട്ടി ഉണ്ടാകും. ദൈവത്തിന്റെ സഹായം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് നക്ഷത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ യാത്രയുടെ മധ്യത്തിൽ വഴി തെറ്റുവാനുള്ള സാധ്യത ഏറെയുണ്ട്. അതാണ് വിദ്വാൻമാർ ശത്രുവായ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ എത്തപ്പെട്ടത്. പക്ഷേ വീണ്ടും നേർവഴിയിലൂടെ യാത്ര ചെയ്ത അവർ ക്രിസ്തുവിന്റെ അടുക്കിലെത്തി. തിരിച്ചുള്ള യാത്ര വേറെ വഴിയിലൂടെയാണ്. ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർക്കുള്ള പാഠമാണത്. പൗലോസ്ലീഹ പറയുന്നത് പോലെ, ഒരുവന് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഈ ജ്ഞാനികളുടെ യാത്ര നമ്മെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്ക്, അതായത് സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നാം. യാത്രയിൽ കൂടെയുള്ള വഴികാട്ടികളെയൊന്നും ഉപേക്ഷിച്ച് കളയരുത്. വഴിതെറ്റുവാൻ ഏറെ സാധ്യതയുള്ള പാപപങ്കിലമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. വഴിതെറ്റിയാലും യഥാർത്ഥ വഴിയിലേക്ക് മടങ്ങിയെത്തുക എന്നത് പ്രധാനമാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൽ കണ്ടെത്തിയാൽ പുതിയ വഴികളിലൂടെ വിശുദ്ധിയിലൂടെ ജീവിക്കാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്താനും പുതുക്കം പ്രാപിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Sanjay